ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, വസന്തങ്ങൾ പൂവിടും കാലമതൊന്നിൽ കഥ പറയും ശിശിരം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, വസന്തങ്ങൾ പൂവിടും കാലമതൊന്നിൽ കഥ പറയും ശിശിരം. ഇത് ഇപ്രാവശ്യം റംബൂട്ടാൻ ഒരു 40 അടിയിൽ മുകളിൽ ഹൈറ്റ് വന്നതുകൊണ്ട് വല വിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട് പറിച്ച് കാര്യം ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് കിളികളും അണ്ണാനും മലയണ്ണാനും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഒരു 60ഓളം മരം വെട്ടിക്കളഞ്ഞു. അപ്പോൾ ആ വെട്ടിക്കളഞ്ഞോടത്തിന് വലിയ അടുത്ത വർഷം കായ്ക്കുന്ന തൈകൾ കായ്ച്ചു തുടങ്ങിയ പ്ലാന്റ് ഉണ്ട്, അത് പ്ലാന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വർഷം തുടങ്ങി തനിക്ക് കായുണ്ടാവും. സങ്കടമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ ഈ കത്തിക്കുന്നത് ഇതിൻ്റെ വിറക് മുറിച്ചിട്ട് ബാക്കിയുള്ള തലവാരമാണ്. അത് കത്തിച്ച് കറക്റ്റ് ചെയ്ത് പറമ്പത്ത് കറക്റ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് ഒരു 14 വർഷം മുമ്പ് ഇവിടെ തട്ട തൈകളാണ് നമ്മൾ വലിയ മരങ്ങളായിട്ട് കുറേ കാലം അതിൽ നിന്ന് ഫ്രൂട്ടൊക്കെ കിട്ടി, അത്യാവശ്യം നന്നായിട്ട് പൈസയൊക്കെ കിട്ടി. ഒരു നഴ്സറി ഡെവലപ്പ് ചെയ്യുന്നതിന് കാര്യമായി ഓൾ കേരള റംബൂട്ടാൻ ഫാമേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനമായി ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം. ശരിക്കും മക്കളെ പോലെ പരിപാലിച്ചിരുന്ന തൈകളെ വെട്ടിക്കളഞ്ഞ് ഈ തീയിടുന്ന സ്വാഭാവികമായിട്ടൊരു കർഷകനുണ്ടാകുന്നൊരു വിഷമം. അത് കാര്യം നന്മയിലേക്കാണ് അത് ചെയ്യുന്നതെങ്കിൽ കൂടിയിട്ട് ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ എപ്പോഴും മനസ്സിൽ സ്പന്ദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സങ്കടം ഉണ്ടാവും. അങ്ങനെയുള്ള സങ്കടം ഉണ്ടാവാനാണ് ശരിക്കും ശരിയായ മനുഷ്യനെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ സമാന ചിന്താഗതിയുള്ള ഒരു 5% ആളുകളെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്ക് ഞാൻ പറയുന്ന വാക്കുകൾ ഫീൽ ചെയ്യും, ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കത്തിച്ച് കളയാണ്. പക്ഷേ ഇത് അടുത്ത വർഷം ഈ സമയമാവുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നമ്മൾ തൈകൾ വയ്ക്കും. പുതിയ തൈകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചു നിൽക്കുന്ന വലിയ പ്ലാന്റുകൾ വയ്ക്കും. അടുത്ത വർഷം അത് ഒരു 10 കിലോളം കിട്ടാവുന്ന രീതിയിലുള്ള അടുത്ത ജനുവരി ഫെബ്രുവരിയിൽ പൂക്കുന്ന രീതിയിൽ വരും. പിന്നെ ഒരു പ്ലാന്റേഷനായി. അപ്പോൾ അതുകൊണ്ട് വിഷമമില്ല. പക്ഷേ ഇതിവിടെ ഒരുപാട് കഴിഞ്ഞ 14 വർഷമായിട്ട് നമ്മുടെ കുറേ സ്വപ്നങ്ങളും, ഞാൻ പിന്നെ മിക്കവാറും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. എനിക്ക് സല്ലപിക്കാനും സംസാരിക്കാനും ഈ മരങ്ങൾ, ഈ റംബൂട്ടാൻ മരങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ചെറിയ ഫാം ഹൗസും ഇവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ടുള്ള ഓർമ്മകളും അത് കാണുന്നത് കുറച്ചും കൂടി പറമ്പുണ്ട് ഇവിടെ. ഒരു 10-100 മരം കൂടി വെട്ടാത്തതുണ്ട്. അങ്ങോട്ട് ആ വാട്ടർ ടാങ്കിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ച് 10-100 മരത്തോട് വെട്ടാത്തതുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ഈൽഡുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കാലഘട്ടം ശരിക്കും മനസ്സിൽ ഫീൽ ചെയ്യുകയാണ്. ഈ പുക പോണതിൻ്റെ പിന്നിൽ കാണുന്ന വലിയ മലയാണ് കോട്ടമല എന്ന് പറയുന്നത്. ഈ കോട്ടമല ഒരു കണക്കിന് ഒരു അനുഗ്രഹവും വേറൊരു കണക്കിന് ശാപമാണ്. കാരണം ഈ കോട്ടമലയിൽ നിറച്ച് പുലികളുണ്ട്, ആനയുണ്ട്, മയിൽ, എന്താ പറയുക, നിറച്ച് കുരങ്ങന്മാർ, കരിമ്പുലി, പന്നിക്കൂട്ടങ്ങളൊക്കെ ഇവിടെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. എന്നാലും എനിക്ക് വലിയ ശല്യം, എനിക്ക് മെയിൻ ശല്യം എന്ന് പറയുന്നത് ഈ മലയണ്ണാനും ഈ കിളികളുമാണ്. ഒരിക്കൽ ഒരു പുലിക്കുട്ടി ഇതീ കാണുന്ന ഞാനൊരു 7-7:15 സമയത്ത് നഴ്സറി ഉണ്ട് അപ്പുറത്ത്. ആ നഴ്സറിയിൽ തൈകൾ എടുത്ത് കൊടുത്തിട്ട് എൻ്റെ ഷർട്ട് ഈ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മുറിയിൽ നിന്ന് ഷർട്ട് ഇടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുറി തുറന്ന് കിടക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പുലിക്കുട്ടി, ഏകദേശം ഒരു 10-12 പൂച്ചയുടെ വലുപ്പമുള്ള ഒരു പുലിക്കുട്ടി ഓടിപ്പോയി. അതെന്നെ കണ്ടിട്ട് പകച്ച് ഓടിപ്പോയി. കാരണം ബാക്കി കാണുന്ന മലയിൽ പുലി പ്രസവിച്ചിട്ട് ആ പുലി ഐറ്റങ്ങളെ നോക്കാത്തത് കൊണ്ട് പട്ടികളെങ്ങാണ്ട് കുഞ്ഞുങ്ങൾ ഓടിച്ചു. അപ്പോൾ അവറ്റകൾ ഈ കനാൽ അതിൻ്റെ ഒരു പാലമുണ്ട്, അതിലെങ്ങാണ്ട് ആ പാലത്തിൽ കൂടെ ഓടി ഇവറ്റകൾ രാത്രിയിലെങ്ങാണ്ട് ഓടി കണ്ടിടത്തൊക്കെ ചെതറിപ്പോയി. ഇവിടെ എവിടെയും കണ്ടൊക്കെ പഞ്ഞി നിരുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവിടുത്തെ അപ്പുറത്തൊരു സ്ത്രീയും കണ്ടിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം അപ്പോൾ അത് ഓടിപ്പോയി. സത്യത്തിൽ അത് ഇങ്ങനെ പകച്ചിട്ടാണ് പോയത്. കാരണം അതിന് തീറ്റയിലോ ഒന്നുമില്ല, കുടിയൊന്നുമില്ലാണ്ട്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഞാൻ വേറെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അടുത്ത വർഷവും ഇതേപോലെ ഈ വയ്ക്കുന്ന തൈകൾ വലിയ മരങ്ങളായിട്ട് ഇതേ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരും. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കിലെ കോട്ടമല എന്ന് പറയുന്നത് നല്ലൊരു കുളിർമയുള്ളൊരു അന്തരീക്ഷമാണ്. 7 കിലോമീറ്റർ നീളത്തിൽ നീണ്ടു കിടക്കുന്നതാണ് ഈ കോട്ടമല എന്ന് പറയുന്നത്. അതിരപ്പള്ളിയുടെ റോഡിൻ്റെ പാരലൽ റോഡായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഓക്കെ, എല്ലാവർക്കും നന്ദി.